നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഒരു സംശയരൂപേണ ഒരു കാര്യം ചോദിച്ചിരുന്നു. അതായത് ഇസ്രയേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണത്തിൽ അതിൽ ഖത്തർ എന്തെങ്കിലും ഒരു വിവരം US കൈമാറി US നിർദ്ദേശിച്ചതനുസരിച്ചാണോ ഇസ്രയേൽ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഇന്നിപ്പോൾ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അതിനെ അനുകൂലിച്ചുകൊണ്ടാണ്. അതായത് ഖത്തറിൻ്റെ വിവരം കിട്ടിയതനുസരിച്ചാണ് ഒരാക്രമണം നടന്നത് എന്ന്. അറബ് രാജ്യങ്ങൾ പൂർണ്ണമായും ഹമാസിനെ പിഴുതെറിയാനുള്ള ഒരു നീക്കത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒപ്പം നിൽക്കുകയാണോ? ഇത് ഒരു പ്രത്യേക ഭൗമ രാഷ്ട്രീയ തന്ത്രമാണ്. ഖത്തറിൽ വളരെ കാലമായി ഹമാസ് നേതാക്കൾ തമ്പടിക്കുന്നു. ഖത്തർ അവർക്ക് വലിയ തോതിൽ രാഷ്ട്രീയ അഭയം കൊടുക്കുന്നു. നേരത്തെ ചില ബാലൻസിങ്ങുകളുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇറാൻ കുറച്ചുകൂടി ശക്തമായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഖത്തറിലെ ദോഹയിലുള്ള ഈ ഹമാസ് മേധാവികൾ താമസിക്കുന്ന ഹമാസ് കേന്ദ്രത്തിന് നേർക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. എന്നാൽ വലിയ പരിഭ്രാന്തിയൊന്നും ഈ ഖത്തർ പ്രകടിപ്പിക്കുന്നില്ല. സാധാരണഗതിയിൽ സ്വന്തം രാജ്യത്തേക്ക് ഇസ്രായേൽ പോലൊരു രാജ്യം കനത്ത ആക്രമണം ഒന്നും രണ്ടുമല്ല, ഏകദേശം 10ഓളം ബോംബുകളാണ് ആ ഹമാസ് ആസ്ഥാനത്തിന് നേർക്ക് ഇസ്രായേൽ പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ മാരകമായ ആക്രമണം. എന്നിട്ടും എന്തുകൊണ്ടാണ് കാര്യമായ പരിഭ്രാന്തി ഖത്തർ പ്രകടിപ്പിക്കാത്തത്? അവിടെ ഒരു വസ്തുത ഒളിഞ്ഞു കിടപ്പുണ്ട്. ഖത്തറിന് ഈ ആക്രമണത്തെക്കുറിച്ചൊരു സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അവർ പ്രതീക്ഷിച്ചത് സംഭവിച്ചതുപോലെ. മറ്റൊന്ന്, അതിന് തൊട്ടടുത്താണ് അമേരിക്കൻ വ്യോമതാവളം. ഈ ആക്രമണം നടന്ന കെട്ടിടത്തിൽ നിന്ന് വെറും 25 കിലോമീറ്റർ. ഈ ആക്രമണം നടന്ന കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലം ദോഹയിലെ ഏറ്റവും ആഡംബര വില്ലകളും ആഡംബര കെട്ടിടങ്ങളുമുള്ള ഒരു ഇടമാണ്. ഒട്ടനവധി സർക്കാർ അതീവ സുരക്ഷ ആവശ്യമുള്ള സർക്കാർ സ്ഥാപനങ്ങളൊക്കെയുള്ള ഒരു പ്രദേശമാണ് ഖത്താരിൽ ഈ ആക്രമണം നടന്ന ഇടം. അപ്പോൾ അത്തരമൊരിടത്തിൽ ഖത്തർ സർക്കാർ സുരക്ഷ നൽകുന്ന ഹമാസ് കേന്ദ്രത്തിന് നേർക്ക് കൃത്യമായ ആക്രമണം ഇസ്രായേൽ നടത്തിയെങ്കിൽ, അതും അമേരിക്കയുടെ റഡാർ വെറും 25 കിലോമീറ്റർ അപ്പുറത്ത് അമേരിക്കൻ വ്യോമതാവളം നിലനിൽക്കുന്ന ഇടത്തെ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ റഡാർ സംവിധാനങ്ങളുള്ള ഒരു പ്രദേശം. അമേരിക്കൻ റഡാറുകൾ ഇസ്രായേൽ പോർവിമാനങ്ങൾ കണ്ടെത്തിയില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇസ്രായേലിന് ഈ പോർജെറ്റുകൾ നൽകിയത് അമേരിക്ക തന്നെയാണ്. അപ്പോൾ അമേരിക്കൻ റഡാറുകളിൽ പെടാത്ത പോർജെറ്റുകൾ എന്തായാലും അമേരിക്ക ഇസ്രായേലിന് നൽകില്ല. അപ്പോൾ ഈ ആക്രമണത്തെക്കുറിച്ച് ഖത്തറിന് വേണ്ടത്ര ധാരണയുണ്ടായിരുന്നു. അതിലപ്പുറം അമേരിക്കയും ഈ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഖത്തറും അമേരിക്കയും ഒക്കെ ഇത്തരമൊരു ആക്രമണത്തിന് ഇസ്രായേലിന് അനുമതി കൊടുത്തത്? അതിന് നമ്മൾ ചരിത്രം ഒന്നുകൂടി ഒന്ന് വിശകലനം ചെയ്യണം. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരർ നടത്തിയ അതിക്രൂരമായ ഭീകരാക്രമണം. അന്ന് 1200-1200ഓളം ഇസ്രായേലികളെ അവർ കൊന്നൊടുക്കി. മൃഗീയമായ റേപ്പ്, അതിക്രൂരമായ ആക്രമണം, പിന്നീട് ബന്ദികളാക്കപ്പെട്ട അനേകം. ഇത് ഇസ്രായേലിന് ഏൽപ്പിച്ച മുറിവ് അത്ര ചെറുതല്ല. അതിൻ്റെ തുടർച്ചയായി 5 രാജ്യങ്ങളുടെ നേർക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. നമ്മൾ കണ്ടു, ആദ്യം ഗാസ മുനമ്പിലേക്ക് ഇരച്ചു കയറി ഇസ്രായേൽ, തൊട്ടു പിന്നാലെ ലെബനനിലേക്ക് ഹിസ്ബുള്ളയെ തേടിച്ചെന്നു. പിന്നീട് സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം, ഇറാഖിലെ മിലിഷ്യകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം, ഇതിനിടയിൽ യമനിലെ ഹൂതികൾക്ക് നേരെ നിരവധി തവണ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ഇന്നലെ 46 പേരെയാണ് ഇസ്രായേൽ യമനിൽ കൊന്നൊടുക്കിയത്. എല്ലാറ്റിനും ഒടുവിൽ ഇറാന് നേർക്കുള്ള മാരക ആക്രമണം. തങ്ങൾക്ക് ചുറ്റുമുള്ള 5 അറബ് രാജ്യങ്ങൾക്ക് നേരെയാണ് ഏറ്റവും മാരകമായ ആക്രമണത്തിന് ഇസ്രായേൽ ഇറങ്ങിത്തിരിച്ചത്. അവിടെയൊന്നും കാര്യമായ ചെറുത്തുനിൽപ്പ് ഇസ്രായേലിനെതിരെ നമ്മൾ കണ്ടില്ല. ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തിയപ്പോഴും പിന്നീട് ഇറാൻ വരെ എത്തുന്ന ഈ ആക്രമണ പരമ്പരയിൽ വലിയൊരു പ്രതിരോധം ഒരിടത്തു നിന്നും പ്രകടമായിരുന്നില്ല. എല്ലാറ്റിനും ഒടുവിലാണ് ഖത്തറിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. ഈ ആക്രമണം നേരത്തെ എന്തുകൊണ്ട് ഖത്തറിന് നേർക്ക് നടത്തിയില്ല എന്ന സംശയം ഇവിടെ സ്വാഭാവികമായി ഉയരും. കാരണം ഖത്തറിൻ്റെ മണ്ണിലാണ് ഇതുവരെ ഹമാസിൻ്റെ ഏറ്റവും ഉന്നതരായ മേധാവി ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കൾ സുരക്ഷിതരായി കഴിഞ്ഞിരുന്നത്, അതും അത്യാഡംബരപൂർവ്വം. മറ്റ് രാജ്യങ്ങളിലേക്ക് ഹമാസ് ആക്രമണത്തിൻ്റെ പേരിൽ മാരകമായ ആക്രമണം നടത്തിയ ഇസ്രയേൽ എന്തുകൊണ്ട് ഇത്രയേറെ ഖത്തറിന് നേർക്ക് തങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ താമസിച്ചു?
ഓർക്കണം, ഇസ്മായിൽ ഹനിയ ടെഹ്റാനിലെത്തിയ ആ ഒരൊറ്റ ദിവസമാണ് അയാളുടെ ജീവൻ തെറിച്ചത്. അതും എത്ര ആസൂത്രിതമായി ഇസ്രായേൽ നടത്തിയ ആക്രമണം. 5 മാസങ്ങൾക്ക് ശേഷമാണ് തങ്ങളാണ് ഇസ്മായിൽ ഹനിയെ കൊന്നത് എന്ന് പോലും ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നത്, ആക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നത്. നേരെ മറിച്ച് ഖത്തറിന് നേർക്ക് ആക്രമണം നടത്തിയതിന് മിനിറ്റുകൾക്കുള്ളിൽ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നു. തങ്ങളാണ് ആക്രമണം നടത്തിയത്, ഹമാസിൻ്റെ മുഴുവൻ നേതാക്കളെയും തങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു. അപ്പോൾ പരിപൂർണമായി എല്ലാം തയ്യാറാക്കിയ ഒരു തിരക്കഥ. ട്രംപിൻ്റെ പ്രതികരണങ്ങൾ ആദ്യം തന്നെ നമ്മൾ കണ്ടു. ഞങ്ങൾ നേരത്തെ ഈ വിവരം അറിഞ്ഞില്ല, ആക്രമണത്തിന് തൊട്ട് മുൻപാണ് ഞങ്ങളോട് ഇസ്രായേൽ ഈ വിവരം പറഞ്ഞത്. ഇതായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. അപ്പോൾ നേരത്തെ വിവരം പറഞ്ഞില്ല എന്ന പരാതി മാത്രമേ ട്രംപിനുള്ളൂ. 2, ഖത്തർ പ്രതികരിച്ചത് ആക്രമണത്തിന് 10 മിനിറ്റിന് ശേഷമാണ് അമേരിക്ക ഞങ്ങളോട് ഈ വിവരം പറഞ്ഞത്. അതും ഖത്തറിനെ നേരത്തെ വിവരം അറിയിച്ചില്ല എന്നുള്ള ഒരു പരിഭവം. ഇപ്പോൾ ഇസ്രായേൽ സംശയിക്കുന്നത് ഇതൊന്നുമല്ല, ഹമാസിൻ്റെ ഏറ്റവും ഉന്നത നേതാക്കൾ തടിച്ചുകൂടിയ ഹമാസ് ആസ്ഥാനത്തേക്ക് തങ്ങൾ കൃത്യതയോടെ നടത്തിയ ആക്രമണത്തിൽ എന്തുകൊണ്ട് ഹമാസിൻ്റെ നേതാക്കൾ ഒന്നടങ്കം കൊല്ലപ്പെട്ടില്ല? അപ്പോൾ സെക്കൻഡുകൾക്ക് മുൻപ് അവർക്ക് ഏതെങ്കിലും തലത്തിൽ ഈ വിവരം ചോർന്നു കിട്ടി, അവർ അതേ കെട്ടിടത്തിൻ്റെ മറ്റേതെങ്കിലും സുരക്ഷിത ഭാഗത്തിലേക്ക് മാറിയിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തായാലും ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി വിഭാഗം ഇക്കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്ന് ആക്രമണം പൂർണ്ണ വിജയമായിരുന്നില്ല എന്ന് സമ്മതിച്ചു. മറുവശത്ത് ഖത്തറിന് കൃത്യമായ മുന്നറിയിപ്പ് ബെഞ്ചമിൻ നെതന്യാഹു കൊടുക്കുന്നു. ഖത്തറിനോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ മണ്ണിൽ നിന്ന് ഈ ഹമാസ് നേതാക്കളെ ഉടൻ പുറത്താക്കിയില്ല എങ്കിൽ ഞങ്ങൾ പുറത്താക്കുമെന്ന്. അതിനർത്ഥം എന്താണ്? ആക്രമണം ഇനിയും ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇവിടെ വിജയിച്ചത് ആരാണ്? ഇതാണ് പ്രസക്തമായൊരു ചോദ്യം. ഇവിടെ വിജയിച്ചത് അമേരിക്കയാണോ ഇസ്രായേലാണോ, അതോ ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് തിരിഞ്ഞു എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളാണോ? അവിടെയും ഒരു പ്രശ്നം നിലനിൽക്കുന്നു. ഈ അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഖത്തറിന് പിന്തുണ നൽകുന്നതിനൊപ്പം നേരെ മറിച്ച് അവർക്ക് പറയാമല്ലോ, ഹമാസിൻ്റെ നേതാക്കൾക്ക് ഞങ്ങളുടെ മണ്ണിലേക്ക് സ്വാഗതം, ഞങ്ങൾ അവർക്ക് സുരക്ഷ കൊടുക്കുമെന്ന് ടർക്കി ഒരു നിലപാടെടുക്കാം, ഇറാൻ ഒരു നിലപാടെടുക്കാം. അവരാരും ഇവരെ സ്വാഗതം ചെയ്യുന്നില്ല. ഇതേ ഖത്തറിനെതിരെ അറബ് രാജ്യങ്ങൾ, നമുക്കറിയാം, GCC ശക്തമായ നിലപാടെടുക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്തതാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ്. അതും ഭീകരബന്ധത്തിൻ്റെ പേരിൽ. ഭീകര സംഘടനകളുമായി ഖത്തറിനുള്ള ബന്ധം പലവട്ടം ഗൾഫ് കൺട്രീസ് ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. അറബ് രാജ്യങ്ങൾ ഇന്നും ഒരു സംശയദൃഷ്ടിയ ഖത്തറിൻ്റെ നീക്കങ്ങളെ കാണുന്നവരാണ്. പരസ്യമായി ഖത്തറിനോട് ആഭിമുഖ്യം പുലർത്തുകയും ഖത്തറിന് നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ രഹസ്യമായി അവർ ഇസ്രായേൽ നടപടികളെ പിന്തുണയ്ക്കുന്നു. കാരണം ഖത്തറിൻ്റെ ഈ ഭീകരതയോടുള്ള ഒരു സമവായം, അതിനെ വെറുക്കുന്നവരാണ് അറബ് രാജ്യങ്ങൾ. അറബ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പലപ്പോഴും ഖത്തർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏത് ഭീകര സംഘടനകൾക്കും ഖത്തർ മണ്ണിൽ അവർ സ്വാഗതം കൊടുത്തിരുന്നു. ഇത് ലോകത്തിൻ്റെ ഒരു നിലനിൽപ്പിന് ആവശ്യമാണ്. പരസ്പരം അനുരഞ്ജന ചർച്ചകൾ നടത്താനും സമവായ ചർച്ചകൾക്ക് വേദിയൊരുക്കാനും ഖത്തറിൻ്റെ മണ്ണ് ഉപയോഗപ്പെടുത്താമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏറെ സങ്കീർണമായ ഒരാക്രമണവും അതിലേറെ സങ്കീർണമായ തന്ത്രങ്ങളും ലക്ഷ്യവുമാണ് ഇക്കഴിഞ്ഞ ദിവസം ദോഹയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ എന്ന് വ്യക്തം. മറ്റൊരു ചോദ്യവും വരുന്നത്, അതായത് ഹമാസിൻ്റെ നേതാക്കൾക്ക് അവസാന നിമിഷം ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു വിവരം കിട്ടിയോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് തുർക്കി ഇതിലെന്തെങ്കിലും ഒരു കളി നടത്തിയോ എന്നുള്ളൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ, ഈ ഇസ്രയേലിനെ ഒരു വലിയ ഫാൻസ് ബേസ് പൊതുവെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരിങ്ങനെ പല ചർച്ചകളാണ് നടത്തുന്നത്. തുർക്കിയിൽ നിന്നാണോ ഈ വിവരം ചോർന്നു പോയത് എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. തുർക്കിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൈയുള്ളതായി തോന്നുന്നുണ്ടോ? ഇല്ല, ഈ തുർക്കിയുമായി ഖത്തറിനെ സംബന്ധിച്ച് ഖത്തർ വളരെ തന്ത്രപൂർവ്വം തങ്ങളുടെ നയതന്ത്രം കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ്. അവരൊരു വശത്ത് ഇറാനെ ചേർത്ത് പിടിക്കുന്നു, മറുവശത്ത് UAE സൗദി അറേബ്യയുമായി ഒരു സമദൂര നയതന്ത്രം തുടരുന്നു. പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ച് തങ്ങളുടെ എക്കാലത്തെ ശത്രു ഇറാൻ തന്നെയാണ്. ഇറാൻ അനുകൂല ഹൂതി മിലിഷ്യകളാണ് സൗദി അറേബ്യക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയതും. എക്കാലത്തും അവർ ഭയക്കുന്നത് ഇറാൻ്റെ പ്രകോപനപരമായ സംഘർഷഭരിതമായ ആക്രമണങ്ങളെയാണ് സൗദി അറേബ്യ ഭയക്കുന്നത്. അപ്പോൾ സൗദി പൊതുവെ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നു. UAE സൗദി തുടങ്ങിയ രാജ്യങ്ങൾക്ക് പരിപൂർണ വ്യോമ സുരക്ഷ നൽകുന്നത് അമേരിക്ക തന്നെയാണ്. ഇവിടെ ടർക്കിയുടെ ഇൻവോൾവ്മെൻറ്റ് അധികം സംശയിക്കാൻ നമുക്ക് സാധ്യതയില്ല. കാരണം
ടർക്കി തുടക്കം മുതൽ ഈ ഹമാസ് വിഷയത്തിൽ വളരെ തന്ത്രപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഹമാസിനെ അവർ പൊതുവെ തള്ളിപ്പറയുന്നില്ല എങ്കിൽ പോലും ഈ പലസ്തീൻ്റെ പേരിൽ പലപ്പോഴും ചില പ്രസ്താവനകൾ നടത്തുന്നതൊഴിച്ചാൽ ഹമാസിനോട് വലിയ ആഭിമുഖ്യം ടർക്കി പുലർത്തുന്നില്ല. മറിച്ച് ഇറാൻ ഹമാസിന് ആയുധം കൊടുത്തും പണം കൊടുത്തും അവരെ പരിപോഷിപ്പിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ ഏറെ ദുർബലാവസ്ഥയിലാണ്. ഹമാസിന് തങ്ങളുടെ മണ്ണിൽ സുരക്ഷിതമായൊരു താവളം കൊടുക്കാൻ തങ്ങൾക്ക് നിവൃത്തിയില്ല എന്ന ഗതികേട് തിരിച്ചറിയാം ഇറാന്. അതുകൊണ്ടാണ് ഖത്തറിനെ അമേരിക്കയോടും ഇസ്രായേലിനോടുമൊക്കെ ചേർത്ത് നിർത്തി ഈ വെടിനിർത്തൽ ചർച്ചകളുടെ പേരിൽ ഹമാസ് നേതാക്കൾക്ക് ഒരു സുരക്ഷിത സ്ഥാനം കൊടുക്കുന്നത്. അതുകൊണ്ട് ടർക്കിയെ സംബന്ധിച്ച് ഇതിൽ വലിയ ഇൻവോൾവ്മെൻ്റ് ഇല്ല. മറുവശത്ത് ഇവിടെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയായി നമുക്ക് പറയാനുള്ളത് ഇതൊരു അമേരിക്കൻ വിജയമാണ്. ട്രംപ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് ഇസ്രായേലിനോട് ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഒരു വശത്ത്. മറുവശത്ത് ഖത്തറിനോട് ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഹമാസ് നേതൃത്വത്തെ പ്രേരിപ്പിക്കാൻ ട്രംപ് വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഖത്തറിന് മേൽ. എന്നാൽ ഹമാസിൻ്റെ മേധാവി, ഇപ്പോഴത്തെ മേധാവി അൽ-ഹയ്യ, അയാൾ തുടക്കം മുതൽ വളരെ നിഷേധ സമീപനമാണ് ഇതിനോട് സ്വീകരിച്ചത്. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗസ മുനമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, ഇനിയൊരു യുദ്ധം ഇസ്രായേൽ പുനരാരംഭിക്കരുത്, പലസ്തീൻ ബന്ദികളെ, പലസ്തീനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഹമാസ് ബന്ദികളെ പൂർണ്ണമായി വിട്ടുകൊടുക്കണം, പരിപൂർണമായ ഒരു ഇസ്രായേൽ കീഴടങ്ങൽ, ആ വ്യവസ്ഥയ്ക്ക് വിധേയമായി 20 ജീവനോടെയുള്ള ബന്ദികളെ വിട്ടുകൊടുക്കാമെന്നാണ് ഹമാസ് മേധാവി ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ഇത്തരമൊരു നിലപാട് ഒരു കാരണവശാലും ഇസ്രായേൽ അംഗീകരിക്കില്ല, നെതന്യാഹു അംഗീകരിക്കില്ല. അത് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം, അത് ട്രംപിനും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഹമാസ് മേധാവിക്ക് മേൽ ശക്തമായൊരു സമ്മർദ്ദം വേണം എന്ന് ട്രംപ് കണക്കുകൂട്ടി. ആ സമ്മർദ്ദം ഇപ്പോൾ പരിപൂർണമായ തലത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കഴിഞ്ഞ ദിവസം ഖത്തറിനോട് പറഞ്ഞത്, നിങ്ങൾ ഹമാസിൻ്റെ നേതാക്കളെ നിങ്ങളുടെ മണ്ണിൽ നിന്ന് പുറത്താക്കൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കും. അപ്പോൾ ഇതേ ആവശ്യം ഹമാസ് നേതാക്കളോട് ഖത്തറിന് ഇനി ഉന്നയിക്കാം. ഇനിയും ഇസ്രായേൽ ഒരു പക്ഷേ നിങ്ങളിവിടെ നിന്നാൽ ആക്രമിക്കും, അല്ലെങ്കിൽ ഒരു അടിയന്തര വെടിനിർത്തലിലേക്ക് നിങ്ങൾ എത്തണം. ഈ ഒരു സമ്മർദ്ദത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ഖത്തറിന് കഴിയും. അതിൻ്റെ സൂചനയാണ് ഖത്തർ പറയുന്നുണ്ടല്ലോ, വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങില്ല, പക്ഷേ ഒരു പരമാധികാര രാജ്യത്തിലേക്കുള്ള കടന്നാക്രമണം അംഗീകരിക്കത്തില്ല. വളരെ ലഘുവായ പ്രതികരണങ്ങൾ, ഇന്ത്യ അടക്കം വളരെ സൂക്ഷിച്ചുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഹമാസ് നേതൃത്വത്തെ ഉന്മൂലനം ചെയ്യണം എന്നതിൽ ലോകരാജ്യങ്ങൾക്ക് വലിയ സംശയമില്ല. അത് UN രക്ഷാസമിതിയുടെ ഇന്നത്തെ ഒരു പ്രമേയം ശ്രദ്ധിച്ചാൽ മതി. രക്ഷാ കൗൺസിൽ പ്രമേയത്തിൽ അവർ ഇസ്രായേലിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു പരമാധികാര രാജ്യത്തിലേക്ക് ആക്രമണങ്ങൾ പാടില്ല, അവിടെയുള്ള സാധാരണക്കാർ കൊല്ലപ്പെട്ടതിൽ അനുശോചനം, ഇത് മാത്രമേ ഉള്ളൂ. അത് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിലുള്ളൂ. ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടതിലൊന്നും UN രക്ഷാ കൗൺസിൽ ഒരു അനുശോചനം തങ്ങളുടെ പ്രമേയത്തിൽ പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഫ്രാൻസും യൂറോപ്യൻ യൂണിയനും ഒക്കെ ആക്രമണത്തെ തള്ളിപ്പറയുമ്പോഴും ഹമാസ് നേതൃത്വം തീരട്ടെ എന്നവർക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഒരു 2 മുഖമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇസ്രായേൽ പരിപൂർണമായി ആ മേഖലയിൽ തങ്ങളുടെ ആധിപത്യം പുലർത്തി ഓരോ ദിവസവും വിജയിച്ച് കയറുന്നു. അതിന് ഇസ്രായേലിന് അമേരിക്കയുടെ സഹായമുണ്ട്. അമേരിക്ക പരസ്യമായി ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം നെതന്യാഹുവിനാണ് എന്ന് പറയുമ്പോഴും, പണ്ട് ഇറാനെതിരെ ഇതേ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ അന്ന് ട്രംപ് പറഞ്ഞ ചില പ്രസ്താവനകളുണ്ട്. ഇറാനെതിരെയുള്ള ആക്രമണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇസ്രായേലിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമായിരിക്കുമെന്ന അന്ന് ട്രംപ് പ്രസ്താവന നടത്തിയത്. സമാനമായൊരു പ്രസ്താവന. ദോഹയ്ക്ക് നേരെ ആക്രമണം നടത്തി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇപ്പോൾ ലോകം തിരിച്ചറിയുന്നത് ഇത്തരമൊരു ചതിയെന്ന് നമുക്ക് പറഞ്ഞുകൂടാ, ഇത്തരമൊരു ഗൂഢാലോചനയുടെ മാരകമായ കഥകളാണ്. എല്ലാറ്റിനും ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ജോർദാനും സൗദി അറേബ്യയും പിന്നിട്ടിട്ട് വേണം ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങൾ ഖത്തറിലെ ദോഹയ്ക്ക് നേരെ ആക്രമണം നടത്താൻ. നീണ്ട 1800 കിലോമീറ്റർ ഇത്ര ദൂരം കടന്നു ചെന്ന് ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ആക്രമിച്ച് എങ്ങനെ ഈ വിമാനങ്ങൾ സുരക്ഷിതമായി തിരിച്ച് ഇസ്രായേലിലെ ടെല്ലവീവിൽ എത്തുന്നു? 1800 കിലോമീറ്റർ അവർക്ക് തിരിച്ചു വരണം. ആക്രമണം നടക്കുന്ന ആ നിമിഷം തന്നെ അമേരിക്കൻ റഡാറുകളും ആ മേഖലയാകെ ശക്തമായ അമേരിക്കൻ വ്യോമസുരക്ഷയുമുള്ള സ്ഥലമാണ്. സൗദിക്ക് പോലും അമേരിക്കയുടെ പ്രൊട്ടക്ഷനാണുള്ളത്, സുരക്ഷാ പ്രൊട്ടക്ഷൻ ശക്തമായുണ്ട്. അപ്പോൾ അമേരിക്കയുടെ റഡാർ കണ്ണുകളിലെ വെട്ടിച്ച് ഇസ്രായേൽ ബോംബുകൾ വർഷിച്ച് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതത്ര വിശ്വസിക്കാൻ കഴിയില്ല. മറുവശത്ത് ഇറാന് നേർക്കുള്ള ആക്രമണത്തിൽ ഏറെ വ്യത്യാസമുണ്ട്. അതും പോർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ്, പക്ഷേ അമേരിക്കയുടെ ശക്തമായ പിന്തുണയുണ്ട്.
ഹൂതികൾക്ക് നേരെ ചിലപ്പോൾ ആക്രമണം നടത്തുന്നത് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഹൂതികൾ ഇസ്രായേലിന് നേർക്ക്, ഇറാൻ ഇസ്രായേലിന് നേർക്കൊക്കെ നടത്തിയത് മിസൈൽ ആക്രമണമാണ്. പോർ വിമാനങ്ങൾ അയച്ചുള്ള ആക്രമണമല്ല, ബോംബ് വർഷമല്ല. ഇവിടെ പോർ വിമാനങ്ങൾ 1800 കിലോമീറ്റർ കടന്ന് വളരെ നിഷ്പ്രയാസം ദോഹയിലെ ഹമാസ് കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തി തിരിച്ചു വരുന്നു. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സുരക്ഷാ കൗൺസിലിൽ നടന്ന ചില ചർച്ചകൾ, എന്തുകൊണ്ടാണ് സ്ഫോടക വസ്തുക്കൾ ആവശ്യത്തിന് ഉപയോഗിക്കാത്തത്, അതായിരുന്നു ഒരു മുഖ്യ ചർച്ച. കുറച്ചുകൂടി സ്ഫോടക വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ആ ഹമാസ് ആസ്ഥാനം പൂർണ്ണമായി കത്തിച്ചാമ്പലായി നേതാക്കളൊക്കെ തവിടുപൊടിയാവില്ലായിരുന്നു എന്ന ഒരു സ്വാഭാവിക സംശയം ഇസ്രായേലിൻ്റെ സുരക്ഷാ കൗൺസിൽ ചർച്ചയായി. അതിലെ പ്രതികരണങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെയാണ് ഈ ആക്രമണം നടത്തിയത്. ഈ കെട്ടിടത്തിനപ്പുറത്തേക്ക് ഒരു ഖത്തർ നിവാസിയുടെയും ജീവൻ നഷ്ടപ്പെടരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ഇതിന് ചുറ്റുവട്ടത്തൊക്കെ അമേരിക്കയുടെ ധാരാളം വാണിജ്യ താല്പര്യങ്ങളുള്ള അസറ്റുകളുണ്ട്. അതിനൊന്നും യാതൊരുവിധ പരിക്കേൽക്കരുത്. ഖത്തറിൻ്റെ മറ്റ് പ്രദേശങ്ങളിലൊന്നും ഈ ആക്രമണം കൊണ്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. വളരെ പ്രിസിഷൻ ആക്രമണമാണ്. അതുകൊണ്ടാണ് അവർ മിതമായ തോതിൽ സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചത്. ബോംബുകൾ വളരെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അടക്കം ഒരു മേഖല കേന്ദ്രീകരിച്ച് ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ ഇതൊന്നുമല്ല അതിൻ്റെ ഒരു മാരകമായ പ്രഹരശേഷി. നമ്മൾ ഹൂതികൾക്ക് നേരെ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം കണ്ടതാണ്. അവരുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരുമൊക്കെ യോഗം ചേർന്നിടത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എല്ലാം ചുട്ടുകരിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അതാണ് അവരുടെ ഒരു ആക്രമണത്തിൻ്റെ പ്രിസിഷൻ വിജയം. ഇവിടെ ആ പ്രിസിഷൻ വിജയം അവർ കൈവരിച്ചില്ല എങ്കിൽ ഇതൊക്കെ ഒരു പരസ്പര ധാരണയുടെ ഒരു ആക്രമണമാണ് എന്ന് വ്യക്തം. ഇന്നിപ്പോൾ മറ്റൊരു നിർണായകമായ നീക്കത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്ക് വിഭജിക്കുന്ന ഒരു നീക്കത്തിലേക്ക് നെതന്യാഹു കടക്കുന്നു എന്നുള്ള വിവരം വരുന്നു. ഈവൺ അത് ഞങ്ങളുടെ മേഖലയാണ്, പരിപൂർണമായും ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളുടെ പൈതൃക മേഖലയാണ്, അത് പിടിച്ചെടുക്കുന്നതിലേക്ക് ഞങ്ങൾ പോകും, പലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമായി ഒരു കാലത്തും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്ന് പറയുന്നു. ഇസ്രായേൽ ഈ വെല്ലുവിളി നടത്തുമ്പോൾ മറ്റൊരു വശത്ത് അടുത്ത ദിവസങ്ങളിൽ UN-ൽ ഈ പറയുന്ന ഫ്രാൻസും മറ്റ് രാജ്യങ്ങളുമൊക്കെ പലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കാൻ തുടങ്ങുകയാണ്. ശരിക്കും ഇതൊരു വലിയ പ്രതിസന്ധിയാകുമോ? ഇല്ല, വളരെ കണക്ക് കൂട്ടിയുള്ള നീക്കങ്ങളാണ് ഇസ്രായേലിൻ്റെ. ഈവൻ പ്രദേശം, അതായത് 12 ചതുരശ്ര കിലോമീറ്ററാണ് ജെറുസലേമിനോട് ചേർന്നുള്ളത്. അത് ആർക്കും അവകാശപ്പെടേണ്ട എന്നുള്ള തലത്തിൽ കുറേയേറെ കാലം ഇസ്രായേൽ സൂക്ഷിച്ചൊരു പ്രദേശമാണ് വെസ്റ്റ് ബാങ്കിനോട് ചേർന്ന്. വെസ്റ്റ് ബാങ്കിൻ്റെ പല ഭാഗങ്ങളിലായി ഇതിനകം തന്നെ ധാരാളം സെറ്റിൽമെൻറ്റുകൾ ഇസ്രായേൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലുള്ള ആകെ ജനതയുടെ ഒരു 5 ലക്ഷത്തോളം ഇസ്രായേലികളാണ്. അതവർ ബോധപൂർവം അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേലികളെ വല്ലതും വെസ്റ്റ് ബാങ്കിലുള്ള പലസ്തീനികൾ തൊട്ടാൽ അവരെ തകർക്കുന്ന സമീപനമാണ് ഇസ്രായേൽ പുലർത്തുന്നത്. അപ്പോൾ ഈ 12 കിലോമീറ്റർ ചുറ്റളവിലേക്ക് പെട്ടെന്ന് തന്നെ ധാരാളം വീടുകൾ, സ്ഥാപനങ്ങളൊക്കെ നിരത്തി അവിടെ ഒരു പൂർണ്ണമായ ഇസ്രായേൽ വൽക്കരണമാണ് നടത്തുന്നത്. ഇത് ഒരു സന്ദേശമാണ്. ഇത് പലസ്തീനുള്ളൊരു സന്ദേശമാണ്. മറുവശത്ത് ഗസ സിറ്റി പൂർണ്ണമായി ഒഴിപ്പിച്ചു അവർ. ഇന്ന് ഈ 2 ദിവസങ്ങളായി ഗസ സിറ്റിയിലെ ജനങ്ങൾ കൂട്ട പലായനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗസ സിറ്റി പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം കൈവശത്തിലെടുക്കുകയാണ്. ഇനി മണിക്കൂറുകൾക്കകം അത് സാധ്യമാകും. അതിന് പിന്നാലെ ഗസ ഒരു പക്ഷേ വിഭജിക്കപ്പെട്ടേക്കാം അടിയന്തരമായി. പൂർണ്ണമായി ഗസ ഇസ്രായേൽ ഏറ്റെടുക്കില്ല. എന്നാൽ അതിൻ്റെ വലിയൊരു ഭാഗം ഏറ്റെടുത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇസ്രായേൽ സെറ്റിൽമെൻറ്റുകളും ആരംഭിക്കും. അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇപ്പോൾ കാര്യമായി ലോകരാജ്യങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് വാസ്തവം. കാരണം മറുവശത്ത് ഹമാസിന് സംഭവിച്ചിരിക്കുന്ന ഈ വീഴ്ച, ഹമാസിൻ്റെ പക്കലുള്ള 20ഓളം ഇസ്രായേൽ ബന്ദികളുടെ ഒരവസ്ഥ, ഇതിനൊന്നും ഉത്തരമില്ലാതെ നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് തങ്ങളുടെ അധിനിവേശം വളരെ എളുപ്പത്തിൽ തുടരാൻ കഴിയും. പലസ്തീൻ എന്ന രാഷ്ട്രം ഇനി നിലനിൽക്കില്ല എന്ന് നെതന്യാഹു ഇന്ന് പ്രഖ്യാപിച്ചു. ഇതൊരു ചരിത്രപരമായ പ്രഖ്യാപനമാണ്. ഇന്നുവരെ ഇസ്രായേൽ പലസ്തീൻ എന്ന രാഷ്ട്രം ഇനി ഉണ്ടാകില്ല എന്നൊരു പരസ്യപ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഇസ്രായേൽ ഒരു പരസ്യപ്രഖ്യാപനം നടത്തിയാൽ പിന്നീട് അത് സംഭവിച്ചിരിക്കും. കാരണം അതാണ് ജൂതന്മാരുടെ ഒരു ശൈലി. എല്ലാ ആക്രമണങ്ങൾക്കും മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ശൈലിയാണ് ജൂതന്മാരുടേത്. എല്ലാ ഓപ്പറേഷനുകൾക്കും മുൻപും ഒരു മുന്നറിയിപ്പ് നൽകുന്ന ശൈലിയുണ്ട്. പറഞ്ഞിട്ടടിക്കുക, അതാണ് മൊസാദിൻ്റെ ഏറ്റവും മുഖമുദ്ര. അപ്പോൾ പലസ്തീൻ എന്ന രാഷ്ട്രം ഇനിയില്ല എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതവർ രണ്ടും കൽപ്പിച്ചല്ല, അവർ കണക്കുകൂട്ടി പറയുന്നതാണ്. ഗസ സിറ്റി ഇനി ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കും. മറുവശത്ത് കൂടുതൽ ദുർബലമാവുകയാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വത്തിനെതിരെ ഇസ്രായേൽ ലക്ഷ്യമിടുമ്പോൾ ഇനി ആ നേതാക്കൾക്ക് ഊരുപേടി വരും. ഖത്തറിൻ്റെ മണ്ണ് തങ്ങൾക്ക് സുരക്ഷിതമല്ല എന്ന ഒരു തിരിച്ചറിവ്
ഹമാസിനെ വീണ്ടും ഇരുത്തി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ഗസയിലേക്ക് ഇരിച്ചു കയറിയ ഇസ്രയേൽ ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് പൂർണ്ണമായും ഗസ എന്നൊരു പ്രദേശം ഇല്ലായ്മയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഗസ നിവാസികൾ സ്വന്തം ജീവന് വേണ്ടി ഓരോ പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏതോ ഭൂഗർഭ മാളങ്ങളിൽ ഒളിപ്പിച്ച കുറച്ച് ഇസ്രായേൽ ജീവനുകൾ വെച്ച് എത്ര കാലം ഹമാസിനെ വിലപേശാൻ കഴിയും? എത്ര കാലം ഇസ്രായേലിനെ അത് വെച്ച് അവർക്ക് ഭയപ്പെടുത്താൻ കഴിയും? തങ്ങളുടെ ഓരോ ജീവനും അവർ നൽകുന്ന വിലയുണ്ട്. ആ ഒരു വില വെച്ചുള്ള വിലപേശലാണ് ഹമാസ് ശ്രമിച്ചത്. പക്ഷെ അതിന് നമ്മൾ കാണുന്നത് ഏറ്റവും ഭയാനകമായ തിരിച്ചടി നൽകുന്ന ഒരു ഇസ്രായേലിനെയാണ്. ലോകത്തിലെ ഏത് രാജ്യങ്ങളിലേക്കും ഞങ്ങളുടെ കൈകൾ എത്തും എന്ന് ഇസ്രായേൽ പറയുന്നത് വെറുതെയല്ല എന്ന് നമുക്ക് ഈ നടപടികളിലൂടെ തിരിച്ചറിയാൻ കഴിയും. അതാണ് ഇസ്രായേൽ. ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഖത്തറിലേക്ക് നടന്ന ആക്രമണമെന്നും അതിൽ ഖത്തറിനും ഒരു പങ്കുണ്ട് എന്നുള്ള ആ ഒരു ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളർത്തിയവർക്കൊക്കെ തന്നെ ഹമാസിനെ ഇപ്പോൾ കൈയൊഴിയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്. ഗാസയിൽ ഒരു പിടി മണ്ണ് പോലും ഹമാസിന് അവശേഷിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നമസ്കാരം.